ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതേ ഇവിടെ ഒരാൾ നല്ല ഉറക്കം തൂങ്ങിയിരിക്കുന്നതാണ്. വേറെ ഒന്നല്ല, കറക്റ്റായിട്ട് എന്ത് പോണ നേരത്തെ അവൻ കിടന്ന് ഉറങ്ങാൻ നോക്കി. അപ്പോൾ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വന്നതിൻ്റെ ഒരു ക്ഷീണമാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിത് പ്ലാൻ ചെയ്ത് തൊട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് കരുതി മാറ്റിയപ്പോൾ അതേ 2 ദിവസം കൂടി ഉള്ളു ബർത്ത്ഡേക്ക്. അങ്ങനെ നമ്മൾ എന്തായാലും ഔട്ട്ഡോർ ഷൂട്ട് വേണ്ടെന്ന് വെച്ചു, ഇൻഡോർ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കരുതി. അങ്ങനെ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു റീൽ കണ്ടത്. ഇതുപോലെ ഇൻഡോർ ആയിട്ടുള്ളൊരു പ്ലേ സോണിനെ കുറിച്ച്. ആ തൃപ്പൂണിത്തുറയിലാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, അവിടെ പോയിട്ട് ചെയ്യാൻ കരുതി. അവിടെ അവൻ മോനും നല്ല ഹാപ്പി ആയിരിക്കും. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് അവന് 2 ടീഷർട്ട് എടുക്കാനായിട്ട് മാക്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. ജീൻസ് ഷൂ ഒക്കെ 2 ദിവസം മുമ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ടീഷർട്ട് മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടി എടുത്തിട്ടാണ് പോയത്. പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫർ വന്നിട്ട് അരുൺചാൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ ആ ചേട്ടൻ്റെ വീടും എറണാകുളത്താണ് വന്നത്. അപ്പോൾ ആ ചേട്ടനെ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടാണ് തൃപ്പൂണിത്തുറയിലേക്ക് പോയത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഫസ്റ്റ് തന്നെ അവൻ അവിടെ ചെന്നപ്പോൾ ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ആളെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അരുൺചേട്ടൻ തന്നെ അവിടെ ഓരോന്നിലൊക്കെ കയറി ഇരുന്ന് കാണിച്ചു കൊടുക്കണമായിരുന്നു. ഇവിടെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ എൻട്രി ഫീസ് തന്നെ 499 ആണ്. പിന്നെ എക്സ്ട്രാ തന്നെ ഓരോ മണിക്കൂർ നമ്മൾ 100 രൂപ വെച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങി. ആദ്യം ഭയങ്കര നാണക്കാരനായിരുന്നു, പിന്നെ നല്ല ഓണായിട്ടുണ്ട് ലാസ്റ്റ് ആയപ്പോൾ. അവസാനമായപ്പോഴത്തേക്ക് ആ ചേട്ടൻ ഓടിച്ചിട്ട് പിടിച്ച് ഫോട്ടോ എടുക്കേണ്ട അവസ്ഥയായിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഈ ഒരു പ്ലേ സോൺ ചൂസ് ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേറെ ഒന്നുമല്ല, മോൻ നല്ല ഹാപ്പി ആയിരുന്നു. ഇവിടെ ബർത്ത്ഡേ പാർട്ടീസ് ഒക്കെ നടത്താറുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇത് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വന്നിട്ട് കേരളത്തിൽ തന്നെ ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഇൻഡോർ പ്ലേ സോൺ ആണ്. നമ്മളിതൊന്നും അറിഞ്ഞിട്ടല്ല വന്നത്, ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ അറിഞ്ഞതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഒരു കഫറ്റേറിയയും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഒന്നും കഴിച്ചില്ല. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായി ഫോട്ടോ എടുക്കാൻ നിൽക്കുമോ എന്നൊക്കെ ഉള്ളതിൽ. അതുകൊണ്ട് തന്നെ ഞാനൊരു ധൈര്യത്തിന് എൻ്റെ അമ്മേനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മേനായിട്ട് ഭയങ്കര അറ്റാച്ച്ഡാണ്. അപ്പോൾ അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കേൾക്കുകയും ചെയ്യും ആൾ. അവൻ എന്ത് കാര്യത്തിൽ കയറുമ്പോഴും അവനൊന്ന് ടെസ്റ്റ് ചെയ്ത് സേഫ് ആണെന്ന് തോന്നിയാൽ മാത്രമേ ആൾ കയറുള്ളൂ. കുറേ നേരമായിട്ട് ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ നടന്ന് തൊട്ട് നോക്കണേണ് അവന് സേഫ് ആണോ, അത് പൊട്ടിപ്പോകുമോ എന്നൊക്കെ ഉള്ളതിൽ. അങ്ങനെ നോക്കിയാൽ ലാസ്റ്റ് ആളതിൽ കളിക്കാൻ തുടങ്ങിയത്. ഇവൻ്റെ ഈ ഓട്ടവും ശരിയാക്കണം അരുൺചേട്ടൻ പറയായിരുന്നു. ഇതുപോലുള്ള പ്ലേ സോണിലൊക്കെ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇവനെ കൊണ്ടുപോകണമെന്നും പറഞ്ഞിട്ട്. നമ്മുടെ അവിടെ മാളിലൊക്കെ ഉണ്ട്, പക്ഷെ അവിടെയൊക്കെ അത്യാവശ്യം ചെറുതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തത്. സത്യം പറഞ്ഞാൽ അരുൺചേട്ടൻ ഈ ഫോട്ടോഗ്രാഫർ ചേട്ടൻ നല്ലപോലെ കഷ്ടപ്പെട്ടു. കാരണം ഇവൻ എവിടേക്കാണ് ഓർഡർ ചെയ്യാൻ നമുക്കൊരു പിടി ഉണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും പുറകെ ഓടി നടന്നെടുക്കണമായിരുന്നു. നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ ഏകദേശം കഴിഞ്ഞ് നമ്മൾ പോവാറായി. ഇതാണ് ഞാൻ പറഞ്ഞ കഫറ്റേരിയ. അങ്ങനെ നമ്മൾ എക്സ്ട്രാ 1 മണിക്കൂർ കൂടി നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അരിപ്പയിൽ പോകാമെന്നാണ് കരുതുന്നത്. അരിപ്പയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് എന്തായാലും പോകാൻ പോണത്. ഒരുപാട് തവണ അവിടുത്തെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പോകണമെന്ന് കരുതി വെച്ചേക്കണമായിരുന്നു. എന്തായാലും ഇപ്പോഴാണത് പറ്റിയത്. അങ്ങനത്തെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഈവനിങ് ആണ് ഫോട്ടോഷൂട്ടിനിടെ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്തോ 9:30-10 മണി എന്തായാലും ആയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ അവിടുത്തെ ബിരിയാണിയാണ് പറഞ്ഞത്. അമ്മയ്ക്ക് മാത്രം ഒരു ഫ്രൈഡ് റൈസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അതൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഞാൻ എന്തായാലും എടുത്ത ഫോട്ടോസും വീഡിയോസൊക്കെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. Be educated, but I'm so frustrated. Hello to my loneliness. I guess that ignorance is